വിവാഹം കഴിഞ്ഞിട്ട് കുറേ വർഷമായി. ഭർത്താവ് നാട്ടിൽ തന്നെയാണുള്ളത്. ദുശ്ശീലോ വായ്നോട്ടോ അങ്ങനെ ഉപദ്രവിക്കണ സ്വഭാവങ്ങളൊന്നുമില്ല. എല്ലാ സൗകര്യങ്ങളും ചെയ്തൊരു ഔട്ടിങ്ങിനും മറ്റോ കൊണ്ടുപോകും. പക്ഷേ ഒന്നും മിണ്ടാനും പറയാനും ഒന്നും സമയമില്ല. എപ്പോഴും ജോലി കഴിഞ്ഞ് വന്നാലും ഇല്ലെങ്കിലും ഏത് നേരവും ഫോണിൽ തന്നെയാണ്. കണ്ണ് തുറക്കുമ്പോൾ ഫോണ്, ബാത്റൂമിൽ പോകുമ്പോൾ ഫോൺ, അങ്ങനെ എല്ലാ സമയത്തും ഫോൺ ഉപയോഗത്തിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് ഭാര്യയുടെ പ്രശ്നം. ഇതിപ്പോൾ നമ്മൾ അദ്ദേഹത്തെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. പിന്നെ ഇപ്പം നമുക്ക് ഇവർക്ക് ഒരു ആശ്വാസം കിട്ടാനുള്ള അവർ നമ്മോട് ചോദിക്കുന്നത്. സത്യത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തില്ല, ആശയവിനിമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാവുന്നില്ല എന്നാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം പൊതുവെ എന്താ വെച്ചാൽ വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ്. അതിലേക്ക് ഈ മൊബൈലും കൂടെ കടന്നു വന്നതുകൊണ്ട് എന്തില്ല വെച്ചാൽ നമ്മുടെ സമയങ്ങളെല്ലാം തെറ്റിയിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർ ഓടിങ്ങോട്ട് പള്ളിക്ക് വരും, ഞാൻ ആ മൊബൈൽ നോക്കി ഇങ്ങനെ ഇരുന്ന് നേരം വൈകിയാണ്. രാവിലെ ജോലി സ്ഥലത്തേക്ക് വൈകി വരുന്നവരോട് പ്രിൻസിപ്പാൾ എന്ത് വൈകി വെച്ചാൽ ഞാൻ അറിഞ്ഞില്ല, മൊബൈൽ നോക്കി അങ്ങനെ ഇരുന്ന് എന്ന് പറയും. അങ്ങനെ സമയം. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്താണ്, ആളുകൾ അങ്ങനത്തെ ഒരു തിരക്കിലാണ്. അപ്പോൾ സമയം നിശ്ചയിക്കാത്ത ഒന്നും ഇന്നത്തെ കാലത്ത് നടക്കൂല. ഇപ്പോൾ നീ ഖുർആൻ ഓതലുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചാൽ ഉണ്ട്. എപ്പോഴാ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അയാൾ ഓതലില്ല എന്നർത്ഥം. ഞാൻ രാവിലെ സുബഹ് കഴിഞ്ഞാൽ 4 പേജ് ഓതിയിട്ടേ വരുള്ളൂ. അങ്ങനെ ഓതുന്നുണ്ട്. എന്തിനു സമയം വേണം? അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പരസ്പര കടമയുണ്ട്. ഇന്നൊരു സൗജിക്ക് ആലേക്ക് ഹക്കൻ, ഒരു കടമ ഉണ്ടല്ലോ. അപ്പോൾ ആ നിലക്ക് നമ്മൾ ചോദിക്കുന്നു, ആഴ്ചയിൽ നീയും നിൻ്റെ ഭാര്യയും തമ്മിൽ സംസാരിക്കുന്ന സമയം ഏതാണ്? അങ്ങനെ ഒരു സമയം പറയാനില്ലെങ്കിൽ അവർ സംസാരിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം. മിക്കവാറും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഭാര്യമാരെ അടുക്കളയിലേക്കാണ്. ഓര് വരുമ്പോഴേക്കും ഭർത്താവ് ഉറങ്ങിയിട്ടുണ്ടാവും. രാവിലെ നീച്ച് പള്ളിയിൽ പോവും. പിന്നെ അവിടുത്തെ എല്ലാ ചുറ്റുപാടും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അവർക്ക് ഓഫീസിൽ പോകാനാവും, കച്ചവടത്തിന് പോകാനാവും. പിന്നെ ഒഴിവ് ദിവസങ്ങളായിരിക്കും, അന്ന് അതിലേറെ വലിയ തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പലരും എന്നില്ല നമ്മുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഇതിൻ്റെ ഏറ്റവും വലിയ വിഷമം അനുഭവിക്കുക ഭാര്യമാരാണ്. കാരണം നമുക്കെന്താണ്, പുറത്തിറങ്ങുന്നു, ധാരാളം ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു ഒക്കെ ഉണ്ട്. ഇവർക്ക് ഒരാളില്ലല്ലോ, ഒരാളോട് സംസാരിക്കാനില്ല. പിന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ പുറത്ത് പറയുമ്പോൾ അതൊക്കെ പ്രശ്നമായിത്തീരും. അതുകൊണ്ട് എന്തായിരുന്നാലും ഭർത്താക്കന്മാരെന്ത് ചെയ്യണം, സമയം കണ്ടെത്തും. ഭാര്യമാരത് കേൾക്കാൻ സമയം കണ്ടെത്തും. ഈ ഒരു സംസാരത്തിലൂടെ അവരുടെ മാനസിക വിഷമങ്ങളും കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്നുണ്ട്. ഇതിന് ഇയാൾ തയ്യാറായില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഹായ്, ഏതെങ്കിലും ഒരു അന്യ ഫോണെന്ന് വന്നാൽ ചിലപ്പോൾ ഇയാൾക്ക് ഭാര്യ നഷ്ടപ്പെടും. അപ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു വില അറിയുക. ശരി, മുഖത്ത് നോക്കി അവൾ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ എന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊരു വാക്ക് പറഞ്ഞിട്ടായിരിക്കും പോവുക. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്താതിരിക്കണമെങ്കിൽ നമ്മൾ എന്താണ്, കയറില്ലാതെ കെട്ടിടുക എന്ന് പറയില്ലേ, അതാണ് ഇവരൊക്കെ ചെയ്യണത്. വിവാഹം കഴിച്ചിട്ട് വേറൊരു പുരുഷനും അവളെ നോക്കാനും തൊടാനും പറ്റൂല, നമുക്കോട്ട് ആവശ്യമില്ല. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്.